നമ്മുടെ രാവിലെ ഓണത്തിന്റെ പരിപാടികളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അമ്മ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പ്രാവശ്യം വലിയൊരു ഓണത്തിന്റെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ അല്ലേ. വലിയൊരു ഓണസദ്യ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഇന്ന് രാവിലെ അമ്മ എത്ര മണിക്ക് എഴുന്നേറ്റ്? 4 മണിയായപ്പോൾ ചാടി എഴുന്നേറ്റ് ഇത് പായസം ഉണ്ടാക്കാന്ന് വെച്ച് ഗോതമ്പൊക്കെ വേവിച്ച് രാവിലെ തന്നെ പായസം ഉണ്ടാക്കുക. സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ നേരെ കാവ്യയുടെ ഒക്കെ അടുത്തേക്ക് പോകും അല്ലേ. തമ്പും ചങ്കരനൊക്കെ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞായിരുന്നു ഇരുന്നത്. പക്ഷേങ്കിൽ അവർക്ക് വരുന്നതിന് പകരം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്മാര് ഭയങ്കര വഴക്കിലാണ് അല്ലേ. അപ്പൊ അവര് ഭയങ്കര വഴക്കെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് പല പല സാധനങ്ങൾ അവിടെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ അവർക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പായസം എന്ത് പായസമേ? ഗോതമ്പ് പായസം ആട്ടോ ഉണ്ടാക്കുന്നത്. പായസം വെക്കണമെന്ന് ഓർത്തല്ല, രാത്രി കണ്ടപ്പോൾ ഞാൻ ഓർത്തിതൊക്കെ ഇരിപ്പുണ്ട്. ഗോതമ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങയുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് രാവിലെ ഒരു പായസം കൂടെ വെച്ചേക്കാം. ഏതായാലും നമ്മൾ ഓണം വലിയ ഇനി അടുത്ത കൊല്ലം ഓണം ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഞാൻ 4 മണിക്ക് എണീറ്റ് ഗോതമ്പ് വേവിച്ച് വെച്ചു, അവിയലിന് അരിഞ്ഞു വെച്ചു. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇത് 1-ാം പാലാണ്. ഇതിപ്പോ ഞങ്ങളൊരു ലേശം പായസം ഉണ്ടാക്കണുള്ളൂ അല്ലേ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും പോകും. ഉച്ചയ്ക്ക് 2:30-2:45 ട്രെയിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകും പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നേരെ കായംകുളത്തേക്ക് പോകും ഉച്ചയ്ക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ഞായറാഴ്ച വരത്തുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാക്കാത്ത. അപ്പോൾ ഇന്ന് ഉച്ചക്കേട്ടിന് വേണ്ടി മാത്രമുള്ള കറികളൊക്കെ ആട്ടോ ഉണ്ടാക്കണേ. കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കി വെച്ചാണ്. എന്തൊക്കെയാന്ന് കാണിക്കാം. ഒന്ന് അവിയലാണ് കേട്ടോ. ഒരു ലേശല്ല, അവിയൽ ഇച്ചിരി കൂടുന്നുണ്ട് അല്ലേ. അരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ കൂടിപ്പോയില്ലേ. അവിയൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാവയ്ക്ക, ഇത് വറക്കാന് പാവയ്ക്ക വറക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ നമ്മ കറിയുള്ള പരിപ്പ് കറി ഉണ്ട്, പപ്പടം ഉണ്ട് അല്ലേ. പിന്നെ തൊടുകറികളൊന്നും നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. ഇഞ്ചിയോ ഉള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ പ്രാവശ്യം ഓണത്തിനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരും ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഇന്ന് പോവുകയും ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും കുറച്ച് പരിപാടികളും ഉണ്ട് അല്ലേ. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ള ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കുക. ഞങ്ങൾ പിന്നെ ഈ പ്രാവശ്യം ഇവിടെ ഒന്നും ഉണ്ടാക്കാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവര് ഓണസദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. രാത്രിയിൽ അത്താഴ ഓണസദ്യ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോ അല്ലേ, വരുമ്പോഴേക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പരിപ്പ് കറി ഉണ്ടാക്കി കഴിച്ചിട്ട് പോകും അല്ലേ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പായസം അങ്ങനെ ഫൈനൽ സ്റ്റേജിലായിട്ടോ. കാരണം നമ്മുടെ ഏലക്കായും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. ഫൈനൽ സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിനി നെയ്ക്കകത്ത് കശുവണ്ടിയും കിസ്മിസൊക്കെ വറുത്തും കൂടി ഇട്ട പായസത്തിന്റെ പരിപാടി കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ പായസം ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അമ്മയ്ക്ക് രാവിലെ ഒരു വിളി വന്നു. അപ്പൊ അതിന്റെ അകത്ത് ലേശം ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടുണ്ട്. കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടു. ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി അമ്മത് കാഷ്യൂനട്ട് മാത്രം വറുത്തിട്ട് ഇങ്ങനെ ഇട്ടു. ഇനി അതിന്റെ അകത്തേക്ക് കിസ്മിസും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇടും അല്ലേ. അപ്പൊ ഇതൊക്കെ എളുപ്പത്തിലുള്ള പണിയാണ്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇളക്കിക്കോട്ടെ. ഫൈനലി ഇത് നമ്മളുടെ കിസ്മിസും അങ്ങനെ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇനി ഇതിന്റെ അകത്തേക്ക് ഇട്ടാല് നമ്മുടെ പായസം അങ്ങ് സെറ്റായി അല്ലേ. അപ്പൊ പായസത്തിന്റെ തീ ഇതുവരെ ഞങ്ങൾ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇളക്കിക്കോട്ടെ. അപ്പൊ നെയ്യ് കൂടി ഇട്ടു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. പായസം അങ്ങനെ ഓക്കെ. പായസം ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ പരിപാടി അല്ലേ. വടറ്റല് മാത്രമാണ് ഈ പരിപാടിയുള്ളൂ അല്ലേ. വടറ്റലും ഇളക്കലും അല്ലേ. പായസമൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചായയും അതോടൊപ്പം തന്നെ പഴം പുഴുങ്ങിയതുമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു പഴവും ചായയും മാത്രമേ കഴിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഓണായതുകൊണ്ട് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, ചോറുണ്ണൂല. അപ്പം അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അമ്മതി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വിട്ടേക്കുന്നത്? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇനി മിക്സ് ചെയ്ത് ഇത് സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. അവിയലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. ഇന്നത്തെ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് കറിയുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കണം. പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് പരിപ്പാണ് കേട്ടോ. നമ്മുടെ എണ്ണപ്പയറില്ല, അതിൻ്റെ അകത്തെ പരിപ്പ് വീട്ടിൽ തന്നെ എടുത്തിട്ട് അതും കൂടെ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയാണ്.
തെക്കോട്ടൊക്കെ അത് അങ്ങനത്തെ പരിപ്പുരയാണ് കൂടുതലുള്ളത്. ഇതിന്റെ കഷ്ണമെല്ലാം നമ്മളിത് അടുപ്പയിൽ വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആവി കയറ്റി. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിയൽ പിന്നെ ഉള്ളത് നമുക്കിത് പാവയ്ക്ക വറുത്തതും സെറ്റ് ആയിട്ടുണ്ട്. പപ്പടം എന്തേ കാച്ചി വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ പപ്പടം ഉണ്ടല്ലോ പാക്കറ്റ് പപ്പടമാണ് കേട്ടോ വാങ്ങിച്ചത്. സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യം പിറവത്തു നിന്ന് പപ്പടം ഉണ്ടാക്കുന്നവരെടുത്താണ് എപ്പോഴും വീട്ടിൽ അങ്ങനെയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പാക്കറ്റ് പപ്പടമാണ് കേട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പപ്പടം വാങ്ങിച്ചപ്പോൾ നല്ലതായിരുന്നു അല്ലേ മേ? പക്ഷേ ഈ പ്രാവശ്യം കാച്ചിട്ട് ആ പപ്പടം ഒരു സുമാറില്ലാത്ത പോലെ ഉണ്ട് പപ്പടം. പിന്നെയുള്ള ഇതാണ് കേട്ടോ നമ്മുടെ പരിപ്പ്. അപ്പോൾ നമുക്ക് പരിപ്പും നെയ്യും കൂടെ കഴിക്കാൻ വേണമെങ്കിൽ അല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് മാത്രമുള്ള സാധനമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചമോരൊക്കെ വേണമെങ്കിൽ ഉണ്ട് വേണമെങ്കിൽ. അങ്ങനത്തെ ഇവിടെയാണ് കേട്ടോ നമ്മൾ അരി അടുപ്പിട്ടേക്കുന്ന കഞ്ഞി ഉണ്ടാക്കുന്ന. നമ്മളുടെ സാധാരണ ഇവിടെയാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. കറിയൊക്കെ ഇന്ന് അകത്താണ് ഉണ്ടാക്കിയത് അല്ലേ? കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അടുത്തേക്ക് പോകുന്നത് തന്നെ അല്ലേ. കാരണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അമ്മയ്ക്ക് പണിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് മാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങളിത് നേരെ ഇന്ന് പരശുറാമിനല്ലേ പോകുന്നത്. പരശുരാം വണ്ടിക്ക് ഞങ്ങൾ നേരെ അടൂർക്ക് പോവുകയാണ്. അപ്പോൾ അടൂർ ചെല്ലുന്നതും നമ്മുടെ യാത്രയൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അവിടുത്തെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിക്കാവേ. അപ്പം അമ്മയ്ക്ക് ഇത് തീരെ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നത് അല്ലേ അമ്മേ? മടുത്തു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. സാധാരണ ഇവിടെ എല്ലാം ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കറിയുടെ കാര്യം പറയാൻ മറന്നു പോയിട്ടോ. നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് കറി അമ്മേ? ഉള്ളിക്കറി തന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിക്കറി നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് ഉള്ളിക്കറി തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിന്നുണ്ട് അല്ലേ. ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് അമ്മ എല്ലാം വറുത്ത് വെച്ചിരുന്ന കാര്യം പറഞ്ഞല്ലേ. പറ്റില്ല, ഞങ്ങൾ പോകുന്നോണ്ട് വെച്ചാലും പിന്നെ വേസ്റ്റ് ആയി പോകത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ തിരുവോണ ദിവസത്തിൻ്റെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഉത്സാഹമൊന്നും ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും വരുന്നില്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് അല്ലേ. അല്ലെങ്കിൽ പിള്ളേർ തമ്പും ചങ്കരനും അവരൊക്കെ ഇങ്ങോട്ട് വരുവാന്നറിയുമ്പോഴത്തേക്കും നമുക്ക് വയ്യെങ്കിലും ഒരു ഉത്സാഹം അങ്ങ് വരും അല്ലേ. അവർ വരുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ഉത്സാഹം വരും. അയ്യോ പിന്നെ നിങ്ങളൊരു സാധനം കാണിക്കാൻ മറന്നു പോയിട്ടോ. നമ്മുടെ ശർക്കര വരട്ടിയും കാവറുത്തതും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ തമ്പൂനും ചങ്കരനും ഈ പ്രാവശ്യം കൊടുക്കണം ഓണ സമ്മാനാണ് കേട്ടോ. ഒന്ന് വെച്ചേ അമ്മയൊന്ന് വെച്ചേ. അമ്മ അങ്ങനെ പുലിയായി മാറി. അമ്മയുടെ ഡ്രസ്സ് ഇതും കൂടെ കറക്റ്റ് മാച്ചമ്മേ. അയ്യോ ശരിക്ക് ഈ നൈറ്റി ഇട്ടാ മതി. ശരിക്കും ഈ നൈറ്റി ഇതും കൂടെ കറക്റ്റ് മാച്ച് നോക്കിയേ. ഒറിജിനൽ പുലി നോക്കിയാ സത്യം കണ്ടില്ലേ. ഇത് പുലിക്കളിയുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം തന്നെ. ഒന്ന് തല കുലിക്കാമേ. അയ്യോ ഇത് അടിപൊളി അടിപൊളി. നമുക്ക് തൃശ്ശൂർക്ക് പോയി അമ്മ ഇങ്ങനെ ഈ നൈറ്റ് ഇട്ടൊക്കെ ഇറങ്ങിയാൽ മതി. മേത്ത് വരയ്ക്കുന്നുണ്ട്. മൊത്തത്തിൽ പുലിയുടെ കളറായി ഈ നൈറ്റിക്ക് കണ്ടില്ലേ. അടിപൊളിയായിട്ടുണ്ട് എന്താണേലും. അപ്പോൾ അത് എല്ലാവർക്കും ഞങ്ങളുടെ ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് രാവിലത്തെ വീട്ടിലത്തെ കാര്യങ്ങളുടെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാം. പിന്നെ നമ്മൾ ഈ വർഷം നമുക്കൊരു സങ്കടമുള്ള നമ്മുടെ പുതിയ വീട്ടിൽ ഓണം ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അല്ലേ. ഓണത്തിൻ്റെ കയറിത്താമസം ഓണത്തിൻ്റെ വീടിൻ്റെ കയറിത്താമസമൊക്കെ ഓണത്തിന് നടത്താനൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ആ പ്രശ്നങ്ങൾ എന്താണ് വീടിന് സംഭവിച്ചത്, വീട് പണിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം അല്ലേ. ഇപ്പോൾ ഓണത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് പറയുന്നത് ശരിയല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് നമുക്കൊരു വീഡിയോയിൽ പറയാം. പിന്നെ ദൈവം സഹായിച്ചാൽ അടുത്ത വർഷമെങ്കിലും ഓണത്തിന് നമുക്ക് അവിടെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്നല്ലേ. ഓണം വരെ പോകുന്നില്ല അമ്മ. ക്രിസ്മസ് ഉദ്ദേശിച്ചത്. ക്രിസ്മസിന് അമ്മയ്ക്ക് ഒരു ആഗ്രഹം അവിടെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു അല്ലേ. ക്രിസ്മസിന് പുൽക്കൂട് വീട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഒരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു ഓണം മോർണിംഗ് അല്ലേ. ശരിക്കും പറയാം നമ്മൾ ഈ വർഷമാണ് ഓണം വലിയതായിട്ട് ആഘോഷിക്കാത്തതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആഘോഷിക്കാത്ത ഇവിടെ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കാത്തത്, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാത്തത് ഈ വർഷം. മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ 10-27 കൂട്ടമൊക്കെ ഐറ്റംസൊക്കെ ഓണത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നല്ലേ. നമ്മുടെ പഴയ ഓണം വീഡിയോസിൻ്റെ അകത്തൊക്കെ ഉണ്ട് 27 ഐറ്റം 28 ഐറ്റം ഒക്കെയാണ് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പെട്ടെന്ന് പോകണത് എന്താണെന്നറിയാം. പരശുരാം നമുക്ക് പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് 2:40 ആ സമയത്താണ് വരുന്നത്. അപ്പോൾ
പരശുറാമിന് പോകാൻ വേണ്ടി നമ്മൾ പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു വലിയൊരു ഓവർ ബ്രിഡ്ജ് കയറി വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. പ്രായമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരിക്കലും ട്രെയിൻ വരത്തില്ല. കാരണം ഇവിടെ ഒരു ബെൻഡ് വളവ് കൂടുതലാണ്. അപ്പോൾ അതുകൂടെ 2-ലും 3-ലാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ എപ്പോഴും ഓവർ ബ്രിഡ്ജ് കയറി വരുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ. എങ്ങനെ പറഞ്ഞ സാധനമാണോ ഉദ്ദേശിച്ചത്? അത് വാങ്ങിക്കാം നമുക്ക് അങ്ങ് പോകണം വഴിക്ക് കേട്ടോ. ബാഗിൻ്റെ അകത്തൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഞങ്ങൾ കായംകുളത്ത് എത്തിയപ്പോഴത്തേക്ക് അമ്പാടിയും ശങ്കരനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ശങ്കരനപ്പം ഞങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തിയേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മളെ കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ശങ്കരൻ നീ നോക്കി അച്ഛനോട് ഇങ്ങനെ ഒളിച്ചകണ്ട കളിക്കണ പോലെയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ചാച്ചൻ്റെ തലയിലൊക്കെ താളം പിടിക്കണം. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവിടെ. അച്ഛനും നോക്കിയ പിള്ളേരുടെ കൂടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിന്ന് കളിച്ചും ചിരിച്ചും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സാധനമൊന്നും അല്ല അവൻ. എന്നെ അടിക്കുന്ന ശങ്കരൻ എന്നെ അടിക്കുന്ന അടിയൊന്ന് കാണണം. ഞങ്ങളൊരു പേരിട്ട് കേട്ടോ, എന്തുവാ രാജമാണിക്യം. കണ്ണാടി പോത്ത് വേണമെങ്കിൽ പോത്ത് വേണമെങ്കിൽ. കായംകുളത്ത് നടൂർക്ക് പോരുന്ന വഴിക്ക് നമ്മളിത് ഒരു തട്ടുകടയിൽ കയറി നമ്മൾ ചായ കുടിച്ചോട്ടെ. നല്ല അടിപൊളി വടയും സ്നാക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നോക്കട്ടെ അത്തപ്പൂക്കൾ എന്ത് ചെയ്യുന്നു. എടി ഇങ്ങനെയാണ് പൂ കിട്ടുന്നത്. സൂപ്പറാണല്ലോ. അമ്പാടിയാണോ തമ്പുവാണോ ഈ പൂക്കള ഇട്ടെ? ആരാ ഇട്ടേ? അങ്ങനെ നമ്മളിത് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ ശങ്കരൻ നമ്മളെ ഡാൻസ് ഒക്കെ മോണിക്ക ആ പാട്ടൊന്ന് പഠിക്കാൻ തമ്പു. ആ ഡാൻസ് ആട്ടോ കളിക്കണേ. ഓക്കെ അതെ ആ ഡാൻസ് ഒക്കെ പാടിയത് നമ്മളിങ്ങനെ കളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത് പിന്നെ പുലിയാട്ടമാണ് കേട്ടോ ഇത്. പുലികളി. ഓക്കെ, രണ്ടുപേരും മത്സരിച്ച് പുലികളി കളിക്കുവാണ് കേട്ടോ. അവർക്ക് മാസ്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് മാസ്ക് ഇഷ്ടപ്പെട്ടോ? ആണോ? മാസ്ക് കൊണ്ടായിരുന്നു പിന്നെ നടക്കുന്നത്. ശങ്കരൻ പിന്നെ അങ്ങ് ഡാൻസ് കളിക്കില്ല, നമ്മളെ പേടിപ്പിക്കാൻ വരില്ല, അങ്ങനെ പല പല പരിപാടികളായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ തമ്പും ഞങ്ങനെ മാറി മാറി ഡാൻസൊക്കെ കളിച്ച് മത്സരിച്ചതിന് ശേഷം നമ്മളിത് വിശാലമായ ഓണസദ്യ കഴിക്കാനായിട്ട് താഴത്തേക്ക് പോയി. അപ്പോൾ ഇന്ന് നൈറ്റാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സദ്യ കഴിക്കുന്നത് അല്ലേ. പപ്പടം പഴം പായസമൊക്കെ കൂട്ടി ഇലയിൽ നമ്മൾ രാത്രിയിൽ എല്ലാവരും കൂടി ഓണസദ്യ കഴിച്ചു. തമ്പു എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം? എങ്ങനെയുണ്ടായിരുന്നു? ഓണസദ്യ നല്ല സദ്യയായിരുന്നു. ഓണസദ്യയും നമ്മുടെ പരിപാടികളും കാഴ്ചകളും എല്ലാം അടിപൊളിയായിരുന്നു, യാത്രയൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസും വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. തമ്പുന് ചുമ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്, നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഹാപ്പി ഓണം.